KR മീര കഥകൾ സർപ്പയജ്ഞം. ഭർത്താവ് വല്ലാതെ വൈകി വന്ന ഒരു ദിവസമാണ് അവൾ ആദ്യമായി പാമ്പിനെ കണ്ടത്. അത്താഴമായി ചപ്പാത്തിയും ഭർത്താവിന് ഇഷ്ടമുള്ള തക്കാളി ഫ്രൈയും ഉണ്ടാക്കി ചൂടാറാത്ത പാത്രത്തിലടച്ചു വെച്ച് അടുക്കള തൂത്തു തുടച്ച് കിടപ്പറയിലേക്ക് ഇടയ്ക്കവരികൾ മാറ്റിവരിച്ച് പതിവ് പോലെ മേൽ കഴുകാൻ ബാത്റൂമിൽ കയറിയപ്പോഴായിരുന്നു അത്. വെന്റിലേഷന് പിന്നിൽ ആകാംക്ഷ നിറഞ്ഞ ഒരു കറുത്ത പളുങ്കുമണി. അതൊരു തോന്നലാണോ എന്നായിരുന്നു ആദ്യത്തെ സംശയം. അഴിച്ചു മാറ്റാൻ തുടങ്ങിയ നൈറ്റി തിരികെ പിടിച്ചിട്ട് ഒരു നിമിഷം അവൾ പകപ്പോടെ നോക്കി നിന്നുപോയി. പക്ഷേ ആയിരുന്നില്ല, വെറും തോന്നലായിരുന്നില്ല. പളുങ്ക് കണ്ണിന് മുന്നിലേക്ക് രണ്ടായി മുറിഞ്ഞ നാവ് നീണ്ടു. പിന്നിൽ കറുത്ത ത്രികോണങ്ങൾ. മിന്നുന്ന മെലിഞ്ഞ ഉടലിരുന്ന് തിളങ്ങി. അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടിയത് അവൾക്ക് ഇന്നും ഓർമ്മയുണ്ട്. മുൻവാതിൽ തുറന്ന് പുറത്തേക്കാടാനായിരുന്നു ആദ്യത്തെ വെമ്പൽ. രാത്രി ഇരുട്ടിക്കഴിഞ്ഞല്ലോ എന്ന്, മുന്നിലെ റോഡ് വിജനമായി കഴിഞ്ഞിരിക്കുമല്ലോ എന്നുമോർത്ത് അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പകരം ബാത്റൂമിൽ നിന്ന് കിടപ്പറയിലേക്കുള്ള വാതിൽ ചേർത്തടച്ചു. വാതിലിനടിയിലൂടെ പാമ്പിന് ഇഴഞ്ഞ് അകത്തേക്ക് വരാൻ സ്ഥലമുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചു. തൃപ്തി വരാത്തതുകൊണ്ട് ആ പഴുതടക്കാൻ സാധനങ്ങൾ തേടി. ഒടുവിൽ സ്റ്റോർ റൂമിൽ വീട് പണിക്ക് ബാക്കി കിടന്ന ചില തടിക്കഷ്ണങ്ങൾ തപ്പിയെടുത്തു. അവ കൊണ്ടുവന്ന് വാതിലിനടിയിൽ ചേർത്ത് വെച്ചു. എന്നിട്ടും തൃപ്തി വരാതെ തടിക്കഷ്ണങ്ങൾ അനങ്ങുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഏറെ നേരം അതിലേക്ക് ഉറ്റുനോക്കി അവിടെ നിൽക്കുകയും അങ്ങനെ നിൽക്കവേ തടിക്കഷ്ണങ്ങൾ അനങ്ങുന്നതായി തോന്നുകയും ചെയ്തു. കിടപ്പറയുടെ വാതിൽ ചേർത്തടച്ച് സ്വീകരണ മുറിയിലേക്ക് നടക്കുമ്പോൾ ഹൃദയത്തിൽ ഏതോ തമ്പേർ ഉച്ചത്തിൽ മുഴങ്ങിയതും അവൾ മറന്നിട്ടില്ല. സ്വീകരണ മുറിയിലിരിക്കുമ്പോൾ കാൽ നിലത്തേക്ക് തൂക്കി ഇടാൻ പോലും ഭയമായിരുന്നു. നിലത്തുകൂടി ഇഴഞ്ഞു വന്ന് ആ മുറിഞ്ഞ നാവ് തന്നെ തീണ്ടാതിരിക്കാൻ അവൾ സോഫാമേൽ കാലുകൾ ഉയർത്തി വയ്ക്കുക പോലും ചെയ്തു. ആ ഇരിപ്പിൽ അവൾക്ക് അരിശം തോന്നിയത് ഭർത്താവിനോടാണ്.